കോൺസ്റ്റബിൾ തള്ളിക്കോളൂ. പക്ഷെ എന്നാലും നമ്മൾ മാസ്ക് വെച്ച് അല്ല ഇതാരാ വാര്യമ്പള്ളിയിൽ മീനാക്ഷി അല്ലയോ? നമ്മൾ മാസ്ക് വെച്ച് പോയാൽ കൂടെ നമ്മുടെ അടുത്ത് വന്നിട്ട് ഇപ്പൊ എന്റെ അടുത്ത് വന്നിട്ട് പ്രിയവരല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒന്നിങ്ങനെ പതുങ്ങും. കുറച്ച് വിടല് കൂടിയാണ് അല്ലേ അങ്ങനത്തെ ഒരു വർത്താനോ? ആണോ അല്ലേ നിങ്ങൾ പറയോ? അങ്ങനെയൊക്കെ ആയി പോകും. എന്താണ് എന്റെ കാരണം? എന്നിലെ സൗന്ദര്യമാകാം, കലാ നിപുണതയാകാം. ഇവിടെ നടക്കുന്നത് പോട്ടെ, റഷ്യയിലും മസ്കറ്റിലൊക്കെ പോയ സമയത്ത് എങ്കിൽ ഞങ്ങൾ പോകാതെ ഇരിക്കണോ? സുനാമി ഭൂകമ്പൊക്കെ വന്നിട്ട് നമ്മൾ പിടിച്ചിരിക്കുന്നില്ലേ? ഈ അടുത്ത് ഞാൻ മസ്കറ്റിൽ പോയ സമയത്ത് കാലത്ത് രാവിലെ അവിടെ ലാൻഡ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങാം. അപ്പോൾ ഞാൻ എൻ്റെ ലഗേജ് ഒക്കെ എടുത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുത്തെ ഒരു ഓഫീസർ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, മാഷാല്ലാ പാകിസ്ഥാനിയാണോ? അല്ല, ഇന്ത്യനാണ്. അതെപ്പോ ആഴൊക്കെ ഉണ്ട് ആണോ? എന്നാ കണ്ടിന്യൂ. അപ്പൊ പറഞ്ഞു മാസ്ക് ഒന്ന് അടിക്കുന്നു ചോദിച്ചു. മാസ്ക് അയച്ചപ്പോ പുള്ളിക്കാരനെ ഇങ്ങനെ കാണിച്ചു. അതൊരു ഭയങ്കര വെടിയാണ്. മാസ്ക് അയച്ചപ്പോ പുള്ളിക്കാരനെ ഇങ്ങനെ കാണിച്ചു. പിന്നെ എനിക്ക് അങ്ങോട്ട് ഫുൾ ഫ്രീ ക്ലിയറൻസ് ആയിരുന്നു. കള്ളം പറയല്ലേ? കള്ളു പിന്നെ മുഴുവനും സത്യമല്ല, എന്നാലും മുക്കാലും സത്യമാ. പിന്നെ എനിക്ക് അങ്ങോട്ട് ഫുൾ ഫ്രീ ക്ലിയറൻസ് ആയിരുന്നു. എനിക്ക് ഒന്നും ചെയ്തിട്ടില്ല. എന്താണ് തമാശയാക്കാണ്? അല്ല തമാശയാക്കാണ്, അങ്ങനെ ആക്കണ്ട. ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. അവിടുത്തെ പിന്നെ ബാക്കി എന്താ പറയാ ലീഗൽ സംഭവം ഒന്നും ഉണ്ടായിരുന്നില്ല. അവരങ്ങനെ നേരെ എക്സിറ്റ് ആയി കളഞ്ഞു. എന്റെ പൊന്നോ, എന്തൊരു തള്ളാണോ! തള്ളി മുല്ലപ്പെരിയാർ വരെ പൊട്ടിപ്പോ. ഇതേപോലെ റഷ്യയിൽ ഞാൻ പോയ സമയത്ത് ഇത് തീർന്നില്ലേ? ഒരു ഗ്രൂപ്പ് പഞ്ചാബീസാന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ ആദ്യം മോസ്കോയിൽ ഉണ്ടായിരുന്ന സമയത്ത് അവര് മോസ്കോയിൽ റെഡ് സ്ക്വയർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു 2 days അവരെന്നെ വന്ന് തപ്പിത്രേ. പറഞ്ഞ വിശ്വസിക്കോ? ഇല്ല. ഞാൻ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് അത് കഴിഞ്ഞ് അവര് എന്റെയും ഷറിന്റെയും അവരുടെ ഒക്കെ സ്റ്റോറീസ് ഫോളോ ചെയ്ത് ഫ്ലൈറ്റ് പിടിച്ച് അവർ സെന്റ് പീറ്റേഴ്സ്ബർഗിലേക്ക് വന്നു. ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ ഞാൻ ഇതുവരെ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. എന്തിനാ ഞാൻ എന്നെ തന്നെ വെറുതെ ഇങ്ങനെ പൊക്കി പറയണേ? ഞങ്ങളിങ്ങനെ ഒരു ബുക്ക് സ്റ്റോറിന്റെ ഫ്രണ്ടിൽ നിൽക്കാം. ഇവര് 4 പേര് വന്നിട്ട് പ്രിയ അവൻ ഇതെന്താ ഇവിടെ ആൾക്കാര് എന്നുള്ള രീതിയിലായി. വെറും നുണയാ, പുളുവടിക്കാൻ ബഹുമിടിക്കുക. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞോ? ഇല്ല സാർ, ഇതേപോലെ we've been following you, we searched for you in Moscow, then we got to know that you're in Petersburg. ഫ്രണ്ട്സിന്റെ സ്റ്റോറി കണ്ടിട്ട് ആണ് എന്നിട്ട് ഞങ്ങൾ ഫ്ലൈറ്റ് പിടിച്ച് ഇങ്ങോട്ട് വന്നതാണ് ഒരു ഫോട്ടോന് വേണ്ടിയിട്ട്. പഴയ ബിൽഡിംഗ് തള്ളി മറിച്ചിടരുത്. ഇങ്ങനെ പോലെ കെട്ടുകഥ ഉണ്ടാക്കാൻ ഇത്ര വിദഗ്ധം മലപ്പുറം ജില്ലയിൽ വേറെ ഇല്ല. ഒരു 4 പയ്യന്മാര് വന്ന് ഫോട്ടോ എടുത്തിട്ട് എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ തിരിച്ചു പോവാണ് മോസ്കോയിലേക്ക്, പ്രിയനെ കാണാൻ വേണ്ടി മാത്രം വന്നാണ്. ഭയങ്കരം തന്നെ. ഈ ഫൂളിഷ് ലൈസ് ഒക്കെ എല്ലാരും വിശ്വസിക്കുന്നു വിചാരിച്ചിട്ടാ? സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്നുണേ പറയൂ. അതേ സമയത്ത് മോസ്കോയിൽ ഞങ്ങൾ തിരിച്ചു പോയതിനു ശേഷം റെഡ് സ്ക്വയറിൽ ഇരിക്കുകയാണ് ഞങ്ങൾ രാത്രി. ഒരു മെക്ഡിയുടെ ഫ്രണ്ടിൽ ഇതേപോലെ സ്റ്റെപ്സിൽ ഇരിക്കുക. നമ്മുടെ റഷ്യയിലൊന്നും നമ്മൾ ആരും മൈൻഡ് പോലും ചെയ്യുന്ന വിചാരിക്കുന്നില്ല. അതെ, മാസ്ക് ഇല്ലാണ്ട് നമ്മൾ സുഖമായിട്ട് ഇങ്ങനെ നടക്കാം. ഞാൻ ആ സ്റ്റെപ്പിലിരുന്ന് ഞാൻ എന്റെ ബർഗറൊക്കെ വെച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പൊ 2 ചേട്ടന്മാർ വന്നു. ഞാൻ പറഞ്ഞു പ്രിയ ചേച്ചി പോട്ടെ. ഓക്കെ ബൈ. പോയിട്ട് വരാം.